റോമിലെ പ്രധാനപ്പെട്ട 4 പേപ്പൽ ബസലിക്കകളിലൊന്നാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള മേരി മേജർ ബസലിക്ക. ഓഗസ്റ്റിലെ കടുംവേനലിൽ റോമിൽ മഞ്ഞുപെയ്ത ചരിത്രപരമായ സംഭവമാണ് ഈ ബസലിക്കയുടെ നിർമ്മിതിക്ക് വഴിയൊരുക്കിയത്. വിശ്വാസ പാരമ്പര്യമനുസരിച്ച് AD 358 ജോവാനി എന്ന പ്രഭുവും ഭാര്യയും തങ്ങളുടെ സ്വത്തുക്കൾ മാതാവിന് സമർപ്പിക്കാൻ ആഗ്രഹിച്ചു. അതേ രാത്രിയിൽ മാതാവ് ജോവാനിക്കും അന്നത്തെ ലിബേരിയസ് പാപ്പയ്ക്കും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും തനിക്കായി ദേവാലയം പണിയേണ്ട സ്ഥലം അടയാളപ്പെടുത്തി തരുമെന്ന് അറിയിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം രാവിലെ വേനൽ ചൂടിൽ വെന്തുരുകുകയായിരുന്ന റോമിലെ എസ്ക്വിലിൻ കുന്നുകൾ മഞ്ഞു മൂടിക്കിടക്കുന്നത് കണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. തുടർന്ന് ആ സ്ഥലത്ത് ലിബേരിയസ് പാപ്പ ദേവാലയത്തിന്റെ നിർമ്മിതിക്കായി തറക്കല്ലിടുകയുമായിരുന്നു. AD 431 എഫേസുസ് സുനഹദോസിന് ശേഷം സിക്സ്റ്റസ് മൂന്നാമൻ പാപ്പ ഈ ദേവാലയം വിപുലീകരിച്ച് നിർമ്മിക്കുകയായിരുന്നു. സുവിശേഷകനായ വിശുദ്ധ ലൂക്ക വരച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന സാലൂസ് പോപ്പുലി റൊമാനി എന്ന മാതാവിന്റെ ചരിത്ര പ്രസിദ്ധമായ ചിത്രം ഈ ബസലിക്കയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ തന്റെ വിദേശയാത്രയ്ക്ക് മുൻപും ശേഷവും ഈ ചിത്രത്തിന് മുന്നിലെത്തി പ്രാർത്ഥിക്കാറുണ്ട്. യേശുക്രിസ്തുവിന്റെ പുൽക്കൂടിന്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നതിനാൽ പാശ്ചാത്യ ലോകത്തിന്റെ ബത്ലഹേമെന്നും ഈ ബസലിക്ക അറിയപ്പെടുന്നു. 8 പാപ്പമാരുടെ ഭൗതിക ശരീരങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അത്ഭുത മഞ്ഞുപെയ്യലിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 5 വലിയ ആഘോഷങ്ങളാണ് ബസലിക്കയിൽ നടക്കുന്നത്. തിരുനാൾ ദിവ്യബലിയിലെ ഗ്ലോറിയ അഥവാ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമെന്ന ഗാനം ആലപിക്കുമ്പോൾ മേൽക്കൂരയിൽ നിന്ന് വെളുത്ത റോസാപ്പൂവിതളുകൾ മഞ്ഞുപോലെ താഴേക്ക് വീഴ്ത്തുന്ന ദൃശ്യം അതിമനോഹരമായ ആത്മീയ അനുഭവമാണ് സമ്മാനിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ അളവറ്റ ഭക്തിയുടെയും ചരിത്രപരമായ അത്ഭുതങ്ങളുടെയും സാക്ഷ്യമായി സെന്റ് മേരി മേജർ ബസലിക്ക ഇന്നും നിലകൊള്ളുന്നു. ചർച്ച് ഡെസ്ക്, ഷെഖൈന ന്യൂസ്.